സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 സീരീസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള റിവിഷനാണ്. റിവിഷൻ ഫോർ ഫസ്റ്റ് സീരീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സീരീസ് എക്സാം നിങ്ങൾക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവിഷൻ ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത് സീരീസ് എക്സാം ആയിക്കോട്ടെ മെയിൻ എക്സാം ആയിട്ടുള്ള മെയിനായിട്ട് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് 2 മാർക്ക് അല്ലെങ്കിൽ 2.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. സാധാരണ സീരീസ് എക്സാമിനാവുമ്പോൾ ഫസ്റ്റ് സീരീസ് എക്സാമിന് അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. 25 മാർക്കിലാവുമ്പോൾ 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും, അതുപോലെ അത് 50 മാർക്കിനാണെങ്കിൽ 2.5 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അത് മെയിൻ എക്സാമിന് കൂടുതലും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കാണുക. സീരീസ് എക്സാമിനും ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് സീരീസിന് സാധാരണ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും സെക്കൻഡ് സീരീസിന് സാധാരണ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ 5-6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് മൂന്നാമത്തെ എസ്സേ ക്വസ്റ്റ്യൻസ്, അഥവാ 7 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് അല്ലെങ്കിൽ 9 മാർക്ക്, ഇനി അതല്ലെങ്കിൽ 15 മാർക്ക് വരെ ഒറ്റ ക്വസ്റ്റ്യനായിട്ട്. ഇതിൽ കോമൺ ആയിട്ട് കാണുന്നത് 7, 8, 9 മാർക്കുകൾക്കാണ്. അത് തന്നെ 9 മാർക്കിന് കൂടുതലും ഫസ്റ്റ് സീരീസ് എക്സാമിനും ചില സമയത്ത് മെയിൻ എക്സാമുകൾക്കും 9 മാർക്ക് പ്ലസ് 6, 9, 6, 15, അങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ അഥവാ 2 ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ 15 മാർക്ക് ടോട്ടലായിട്ട് ഉണ്ടാവുക. ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രം 15 മാർക്കിനായിട്ട് വരും. അല്ലെങ്കിൽ കൂടുതലായിട്ടും 7+8, ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിൻ്റെതും ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെതും അങ്ങനെയാണ് വരിക. ചില സമയത്ത് 9 മാർക്കിൻ്റെ പ്ലസ് 6 മാർക്ക് അങ്ങനെയും വരും. അപ്പോൾ ഈ 7 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് അല്ലെങ്കിൽ 9 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഇത് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നത് സാധാരണ കോമൺ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, സാധാരണയായിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള സീരീസ് എക്സാമിന് മെയിൻ എക്സാമിന് ചോദിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നോക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എത്രയും വേണമെങ്കിൽ ചോദിക്കാം. അഥവാ നമുക്ക് എക്സാമ്പിളായിട്ട് എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ്, ഡിഫൈൻ വോൾട്ടേജ്, ഡിഫൈൻ കറണ്ട്, ഡിഫൈൻ റെസിസ്റ്റൻസ്, നെക്സ്റ്റ് ഡിഫൈൻ പവർ, ഡിഫൈൻ എനർജി, ഇതൊക്കെ 2 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫൈൻ ഓംസ് ലോ സാധാരണ 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ എങ്ങനെയും ചോദിക്കാം. പക്ഷേ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ 2 മാർക്കിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ അതിൽ തന്നെ ഫാരഡേയ്സ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ടും സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ചില സമയത്ത് ഫാരഡേയ്സ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഫാരഡേയ്സ് ലോ ഓഫ് ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ടേംസ് റിലേറ്റഡ് ടു AC സർക്യൂട്ട്, ഇത് പലപ്പോഴും 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതിൽ തന്നെ RMS വാല്യൂ,
ആവറേജ് വാല്യൂ എന്താണ്? ഡിഫൈൻ RMS വാല്യൂ, ഡിഫൈൻ ആവറേജ് വാല്യൂ, ഡിഫൈൻ ആംപ്ലിറ്റ്യൂഡ്, ഡിഫൈൻ ദ ടേം ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഡിഫൈൻ ടേം ഫ്രീക്വൻസി. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് ഡബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള RMS വാല്യൂ ഒന്ന്. നെക്സ്റ്റ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഫോം ഫാക്ടർ. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. 2 മാർക്കിന് ഫോം ഫാക്ടർ അല്ലെങ്കിൽ പവർ ഫാക്ടർ. ഡിഫൈൻ ദ ടേം ഫോം ഫാക്ടർ, അല്ലെങ്കിൽ ഡിഫൈൻ ദ ടേം പവർ ഫാക്ടർ, അല്ലെങ്കിൽ ഡിഫൈൻ ദ ടേം RMS വാല്യൂ, അല്ലെങ്കിൽ ഡിഫൈൻ ദ ടേം ആംപ്ലിറ്റ്യൂഡ്. ഇങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്ന് പലപ്പോഴും സ്ഥിരമായിട്ട് മെയിൻ എക്സാമിനാണെങ്കിലും സീരീസ് എക്സാമിനാണെങ്കിലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ടേംസ് റിലേറ്റഡ് ടു AC സർക്യൂട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ സാധാരണ ചോദിക്കുന്ന ഒന്നാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒന്നാണ് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് അല്ലെങ്കിൽ ലൈൻ കറണ്ട് ആൻഡ് ഫേസ് കറണ്ട് ഇൻ സ്റ്റാർ കണക്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷനിലോ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷനിലോ ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, അതുപോലെ തന്നെ ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് മാത്രം തമ്മിലുള്ള ഒരു റിലേഷൻ മാത്രം, ഈ ഒരു സംഭവം മാത്രം എന്താണ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. ഈ ഒരു ഇത് സാധാരണയായിട്ട് 6 മാർക്കിനും 5 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതും 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ പേരുകൾ മാത്രം എഴുതിച്ചാൽ മതി. DC ജനറേറ്റർ നമ്മൾ സെൽഫ് എക്സൈറ്റഡ് ആയിട്ടും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിട്ടും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. അതുതന്നെ സെൽഫ് എക്സൈറ്റഡ്, ഷണ്ട്, സീരീസ്, കോമ്പൗണ്ടിലെ ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്, ഇങ്ങനെയായിട്ട് ഈ ഒരു പേരുകൾ മാത്രം എഴുതിച്ചാൽ മതി 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ, 2 അല്ലെങ്കിൽ 2.5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് നമ്മൾ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സെല്ലുകളെ കുറിച്ച്. എന്താണ് സെല്ല്? സെൽ ഈസ് എ സോഴ്സ് ഓഫ് EMF ഇൻ വിച്ച് കെമിക്കൽ റിയാക്ഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അല്ലെങ്കിൽ നമ്മൾ എന്താണ് സെക്കൻഡറി സെല്ല്? സെക്കൻഡറി സെല്ലൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് സെക്കൻഡറി സെല്ല്? സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ സെൽ വൺസ് ഡിസ്ചാർജ്ഡ് ക്യാൻ ബി റീചാർജ്ഡ് അഗെയിൻ, അല്ലെങ്കിൽ ഇറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആയിട്ടുള്ള സെല്ലുകളെയാണ് സെക്കൻഡറി സെൽ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വൺസ് ഡിസ്ചാർജ്ഡ്, ഒരു വട്ടം ഡിസ്ചാർജ് ചെയ്യാൻ വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെയാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സെൽ എന്താണ്? ഡിഫൈൻ സെക്കൻഡറി സെൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് സെക്കൻഡറി സെൽ, അതൊക്കെ 2 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് ഏതാന്നൊക്കെ ചോദിക്കാം 2 മാർക്കിന്. ഓക്കെ, 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്, ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ആംബിയർ ഹവർ കപ്പാസിറ്റി, റിസർവ് കപ്പാസിറ്റി. ഈ ടോപ്പിക്ക് നമ്മൾ ഈ സീരീസ് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ ആൾറെഡി ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്ന് സീരീസ് എക്സാമിന് ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. പക്ഷേ മെയിൻ എക്സാമിന് റിസർവ് കപ്പാസിറ്റി, ആംബിയർ ഹവർ കപ്പാസിറ്റി, ഇതിൽ നിന്നൊക്കെ 2 മാർക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സീരീസ് എക്സാമിന് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം സീരീസ് എക്സാമിന് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി 2 മാർക്കിന്. അപ്പോൾ അങ്ങനെയാണ് 2 മാർക്കിന് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 6 മാർക്കിന് അതുപോലെ തന്നെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് അതാണ് നോക്കുന്നത്. ഇനി 6 മാർക്കിന് ചോദിക്കുന്ന 6 മാർക്ക് ക്വസ്റ്റ്യൻസ്, 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് മെയിൻ എക്സാമിന്. അതിലൊന്ന് എന്ന് പറയുന്നത് ഓംസ് ലോ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്.
ഓംസ് ലോ മാത്രം 5 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ചോദിക്കും. അതിൻ്റെ ഇക്വേഷൻസൊക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ എഴുതണം. അതല്ലെങ്കിൽ വിത്ത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ സീരീസ്, അതിൻ്റെ ഈ ഇക്വേഷൻസ് ഡെറിവേഷൻ പ്ലസ് പാരലൽ ഇൻ റെസിസ്റ്റേഴ്സിൻ്റെ ഈ ഡെറിവേഷൻ ഇതടക്കം 6 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓംസ് ലോ വിത്ത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, അതിൻ്റെ ജസ്റ്റ് സിമ്പിൾ ഡെറിവേഷൻ. ഇതിന് നമ്മൾ റെസിസ്റ്റൻസ് കാണും, വോൾട്ടേജും കറണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ വോൾട്ടേജ് സീരീസ് ആകുമ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും, കറണ്ട് കോൺസ്റ്റൻ്റ് ആവും. എന്നാൽ പാരലൽ ആകുമ്പോൾ കറണ്ട് ഡിവൈഡ് ചെയ്യും, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ കണ്ടിട്ടുള്ളത്. ആ ഡെറിവേഷനും അതുപോലെ ഓംസ് ലോയും അതും 6 മാർക്കിന് അങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ 7 മാർക്കിനും ചോദിക്കാറുണ്ട്. കൂടുതലായിട്ടും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് കണ്ടിട്ടുള്ളത്. 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും 8 മാർക്ക് ചോദിക്കുകയാണെങ്കിലും ഒക്കെ ഇത് എഴുതാൻ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്ത് ജസ്റ്റ് എഴുതിയാൽ മതി. നിങ്ങൾ ഇതിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങൾ ആ ക്ലാസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. സാധാരണ 6 മാർക്കിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഓംസ് ലോ, അതിൻ്റെ ഇക്വേഷൻസ്, നെക്സ്റ്റ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ്റെ ആ ഡെറിവേഷൻ, ഈ ഇക്വേഷൻസും അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം, രണ്ടിൻ്റെയും സർക്യൂട്ട് ഡയഗ്രാം കൂടെ വരച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ സീരീസ് ആൻഡ് പാരലുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം, 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആ ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് സെഷനിലെ വീഡിയോ, ഈ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അത് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇത് പലപ്പോഴും 6 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പലപ്പോഴും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ വിത്ത് ഈ ഫിഗർ കൂടെ കൊടുത്താൽ, ഫിഗർ ജസ്റ്റ് ആരോ മാർക്ക് വെച്ചുള്ള ഫിഗർ മാത്രം മതി, അതല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കറക്റ്റ് കൊടുത്താൽ തന്നെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഫിഗർ വിത്ത് എക്സ്പ്ലനേഷൻ ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇത് 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് തമ്മിലുള്ള ഡിഫറൻസ്. 5 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇതും 5 മാർക്കോ 6 മാർക്കിനോ, ഇത് ജസ്റ്റ് സിംഗിൾ ഫേസ് 3 ഫേസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, സ്ഥിരമായിട്ട് പലപ്പോഴും 6 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റർ ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. അപ്പോൾ ഇത് 2 മാർക്കിന് അപൂർവം ചോദിക്കാറുള്ളൂ. കൂടുതൽ ചോദിക്കാറുള്ളത് 6 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെയാണ്. ചില സമയത്ത് 7 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇതിൽ നിങ്ങൾ എഴുതേണ്ടത്, അപ്പോൾ 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെ പേരും എഴുതുക, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ചെറിയ ഓരോ ചിത്രം കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഓരോന്നും ഫിഗർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആൾറെഡി വരച്ചെടുത്താണ്. ഇനി 7 മാർക്ക് 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കണം. 6 മാർക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഓരോ ഫിഗേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഷണ്ട് ഈ ഫിഗർ വരയ്ക്കുക, സീരീസ് അതിൻ്റെ ഫിഗർ വരയ്ക്കുക, കോമ്പൗണ്ട് അതിൽ തന്നെ ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ട് ഫിഗർ വേറെ വരയ്ക്കുക, പിന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൻ്റെ ഫിഗർ വരയ്ക്കും. അത് ഓരോന്നും ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ ഫിഗർ എഴുതി ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്താൽ നല്ലത്. അല്ലെങ്കിൽ ഞാൻ അത്രയും ഈ ഫിഗറും കറക്റ്റ് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മൊഡ്യൂളിൽ നിന്ന് 6 മാർക്കിന് ചോദിക്കാവുന്ന മറ്റൊരു ഇതാണ് കമ്പാരിസൺ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെല്ല്. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള കമ്പാരിസൺ. ഇതും 6 മാർക്കിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മെയിൻ എക്സാമിനൊക്കെ അല്ലെങ്കിൽ സീരീസ് എക്സാമിനും ഒക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
പലപ്പോഴും 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. 9 മാർക്കിന് ചോദിക്കുന്ന ഒരു 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 9 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. അത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സീരീസ് എക്സാമിനാണെങ്കിലും മെയിൻ എക്സാമിനായിട്ടും എങ്കിലും സ്ഥിരമായിട്ട് ഇതിൽ ഈ വാല്യൂസ് തന്നെ ആവണമെന്നില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചതാണ്. ഇതിൽ തന്നെ എന്താണ്, ഇപ്പോൾ 10 ലാംപ്സിന് പകരം 5 ലാംപ്സ് എന്ന് വരാം, 60 വാട്ടിന് പകരം 20 വാട്ട്സ് എന്ന് വരാം, 8 ഹവേഴ്സ് ഡേ എന്ന് പറയുന്നത് അങ്ങനെ ടൈം വ്യത്യാസപ്പെടാം. ഇത് ഹവറിന് പകരം മിനിറ്റ്സിൽ തരാം. അതുപോലെ തന്നെ വാട്ടിന് പകരം കിലോ വാട്ടിൽ തരാം, അപ്പോൾ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ മിനിറ്റ്സിൽ തന്നു കഴിഞ്ഞാൽ ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി 30 ഡേയ്സിന് പകരം 31 ഡേയ്സ് തരാം. അങ്ങനെ ജസ്റ്റ് പ്രോബ്ലത്തിൽ ചില വാല്യൂസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഒരു പ്രോബ്ലം പലപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9 മാർക്കിന് സീരീസ് എക്സാമിനും മെയിൻ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ അന്ന് ചെയ്തതാണ്. അതുപോലെ തന്നെ ഓരോ ഡിവൈസിൻ്റെയും സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ എനർജി ഓരോ ദിവസം യൂസ് ചെയ്ത് കണ്ടതിന് ശേഷം എന്താണ് ടോട്ടൽ ഒരു ദിവസത്തേക്ക് കൺസ്യൂം ചെയ്ത ഇലക്ട്രിസിറ്റി കാണാം. നെക്സ്റ്റ് അതിനുശേഷം നമ്മൾ അതിന് എത്ര ദിവസം ഉണ്ടെങ്കിൽ അതുകൊണ്ട് 30 ഡേയ്സ് ആണ്, 31 ഡേയ്സ് ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എന്നിട്ട് എത്ര രൂപ ആണ് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്ക് എങ്കിൽ ആ റേറ്റ് കൊണ്ട് ഇൻ ചെയ്താൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് ആൻസറായിട്ട് കിട്ടും. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിറ്റ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് ഹവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾക്ക് തന്നിട്ടുള്ള എന്താണ് കിലോ വാട്ടിലാണെങ്കിൽ അതിനെ വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ ആ പ്രോബ്ലം ചെയ്യുന്ന ഭാഗം വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് ചെയ്ത് നോക്കുകയും ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു മൊഡ്യൂളിന് സാധാരണ 9 മാർക്കിന് ചോദിക്കുന്ന അനദർ ക്വസ്റ്റ്യനാണ് ഈ പവർ ജനറേഷൻ ഓഫ് 3 ഫേസ് സിസ്റ്റം പ്ലസ് മെയിനായിട്ട് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. ഈ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ 9 മാർക്കിന് ചോദിക്കും. വെറും സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷനും മാത്രം ചോദിക്കുക, അല്ലെങ്കിൽ അത് പ്ലസ് പവർ ജനറേഷൻ എങ്ങനെയാണ് 3 ഫേസ് AC സിസ്റ്റത്തിൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർ കണക്ഷൻ എന്താണ്, ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ നിങ്ങൾ 9 മാർക്കിന് അതുകൊണ്ട് അത്യാവശ്യം എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആദ്യം പവർ ജനറേഷൻ എന്താണ്, ഈ ഫിഗർ ഇതും ഇതിൻ്റെ കൂട്ടത്തിലുള്ള എക്സ്പ്ലനേഷനും കൊടുക്കുക ആദ്യം. നെക്സ്റ്റ് എന്ത് ചെയ്യുക, സ്റ്റാർ കണക്ഷൻ എന്താണ്, ഡെൽറ്റ കണക്ഷൻ എന്താണെന്ന്, സ്റ്റാർ കണക്ഷനെ കുറിച്ചും ഡെൽറ്റ കണക്ഷനെ കുറിച്ച് പറയാം. അതിൽ തന്നെ നിങ്ങൾ സ്റ്റാർ കണക്ഷൻ്റെ ഒരു ഫിഗർ വരയ്ക്കുക. ഈ ഒരു ഫിഗർ വരയ്ക്കണമെന്നില്ല, ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഡെൽറ്റ കണക്ഷൻ്റെ ഫിഗറും വരയ്ക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ. അവിടെ ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് ഒക്കെ തമ്മിലുള്ള റിലേഷൻസ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ മാത്രം 9 മാർക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പവർ ജനറേഷൻ ഓഫ് 3 ഫേസ് സിസ്റ്റം വിത്ത് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ അത് മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് എന്തായാലും വ്യക്തമായി നിർബന്ധമായിട്ട് പഠിക്കുക. ഇത് സീരീസ് എക്സാമിനും മെയിൻ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 9 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 9 മാർക്കിനോ അല്ലെങ്കിൽ സാധാരണ മെയിൻ എക്സാമുകൾക്ക് 7 മാർക്കിനോ 8 മാർക്കിനോ ചില സംഭവം 9 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കൺസ്ട്രക്ഷൻ ഓഫ് DC ജനറേറ്റർ. അപ്പോൾ ഈ ഒരു ഫിഗർ, ഇതിൻ്റെ പാർട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. ഇത് നമ്മളെന്താണ് ചില സമയത്ത് 7 മാർക്ക് 8 മാർക്കിനാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. ചില സമയത്ത് 9 മാർക്കിന് ചോദിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കുക. 9 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കൺസ്ട്രക്ഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. ഇത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് അതുകൊണ്ട് സീരീസ് എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, മെയിൻ എക്സാമിന് പ്രതീക്ഷിച്ചാൽ മതി. ഇത് നമ്മൾ ആൾറെഡി ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടില്ല. അതുകൂടെ ഈ മൊഡ്യൂളിൽ നമുക്ക് 1-2 ക്ലാസ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ മെയിൻ എക്സാമിന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 7 മാർക്ക് 8 മാർക്ക് 9 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. സീരീസ് എക്സാമിന് നിങ്ങൾ
ചോദ്യങ്ങൾ. ഈ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും ഈ ഇതിൻ്റെ ഓരോ കണ്ടെയ്നർ പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്ലാസ്സിൽ പറയും, അതിന് നോട്ടൊക്കെ തരും. അപ്പോൾ അത് സാധാരണ ഒരു 7 മാർക്ക് 8 മാർക്ക് 9 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ സീരീസ് എക്സാമിന് അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പം ഓൾറെഡി നമ്മൾ 3 എണ്ണം ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ നമ്മൾ 3-4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 5 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ നാളത്തെ മുതൽ എക്സാം വളരെ ഉഷാറായിട്ട് എഴുതുക. ഓക്കെ, താങ്ക്സ്.